അങ്ങനെ പുതിയ വർഷം ഇറ്റ്സ് ടൈം ഫോർ എ ന്യൂ ഐഫോൺ. 2026 സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ആപ്പിളിൻ്റെ അപ്കമിങ് ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള ഐഫോൺ 18 സീരീസ്, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് വെറും ഊഹാഭോഗങ്ങളോ അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളോ ഒന്നുമല്ല. വെൽ റിപ്യൂട്ടഡ് ആയിട്ടുള്ള അനലിസ്റ്റുകളെന്നോ ലീക്കേഴ്സെന്നോ ഒക്കെ വിളിക്കാൻ സാധിക്കുന്ന ഇതുപോലുള്ള ആളുകളാണ്. അവരിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ് മാർക്ക് ഗൺമൻ, ജോൺ പ്രോസർ, മാക്കത്തുക്കാര. ഇതുപോലുള്ള ആളുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. 2026 ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൂടുതൽ പ്രത്യേകതയുള്ളൊരു വർഷമാണ്. കാരണം കഴിഞ്ഞ 6-7 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പാറ്റേണിന് ഒരു ബ്രേക്ക് ഈ വർഷം വരാൻ പോവുകയാണ്. അതായത് ഈ വർഷം നമുക്ക് ഐഫോൺ 18 സീരീസ് എന്നുള്ള നിലയിൽ ആകെ റിലീസ് ചെയ്യാൻ പോകുന്ന 2 പ്രോഡക്റ്റുകളായിരിക്കും. കാരണം ഇതുവരെ ഐഫോൺ 16, 16 പ്ലസ്, പിന്നെ ഈ 16 പ്രോ, 16 പ്രോ മാക്സ് ഇങ്ങനെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അതിനൊരു ചെറിയ ബ്രേക്ക് വന്നു. പ്ലസിന് പകരം റീപ്ലേസ് ചെയ്ത് എയർ എന്ന് പറയുന്ന മോഡലാക്കി. എന്നാൽ ഈ വർഷം സെപ്റ്റംബറിൽ ഐഫോൺ 18 ലൈനപ്പിലെ 2 മോഡൽസ് മാത്രമായിരിക്കും റിലീസ് ചെയ്യുന്നത്. അതായത് ഐഫോൺ 18 പ്രോയും പ്രോ മാക്സും, അതിനോടൊപ്പം പുതിയ 2 മോഡൽസ് ആയിട്ടുള്ള ഐഫോൺ എയർ സെക്കൻഡ് ജനറേഷൻ, അതോടൊപ്പം ഫോൾഡബിൾ ഐഫോൺ ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ഈ ഒരു രീതിയിലായിരിക്കും സെപ്റ്റംബറിൽ ഈ ലൈനപ്പ് ആപ്പിൾ ബിൽഡ് ചെയ്തേക്കുന്നത്. എന്നാൽ ബേസ് മോഡൽ ഐഫോൺ 18 എവിടെ എന്ന് വെച്ചാൽ അടുത്ത വർഷം 2027 തുടക്കത്തിലായിരിക്കും 18ഉം 18Eയും ഒരുമിച്ച് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഐഫോൺ എയറിൻ്റെയും മാർക്കറ്റിലേക്ക് ആപ്പിൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഫോൾഡബിൾ ഐഫോണിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, ഇതാണ് ആ വീഡിയോ, ഇത് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. വരാൻ പോകുന്ന 18 പ്രോ സീരീസിനെ പറ്റി പറയുമ്പോൾ നിലവിൽ 18 പ്രോയും പ്രോ മാക്സും 3 കളേഴ്സിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 1 ബർഗണ്ടി, 2 പർപ്പിള്, 3 ബ്രൗൺ. ഈ 3 കളേഴ്സിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും ഫൈനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. 3 നല്ല കളേഴ്സാണ്. എനിക്ക് പർപ്പിളിനേക്കാളും ഇഷ്ടപ്പെട്ടത് ബർഗണ്ടിയും ബ്രൗണുമാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു വിഷ്വലി ഉള്ള ചേഞ്ചുകൾ നിങ്ങൾ വലിയ കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട. ലുക്കും ഡിസൈൻ വൈസ് എല്ലാം തന്നെ ഇപ്പോൾ നിലവിലുള്ള 17 പ്രോ സീരീസിൻ്റെ അതേ ലുക്കും അതേ ഡിസൈനും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. ആപ്പിൾ ഒരിക്കലും ഒരു വർഷം കൊണ്ടുവന്ന ഒരു ഡിസൈൻ പെട്ടെന്ന് അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ ചേഞ്ച് ചെയ്യത്തില്ല. ആപ്പിളിൻ്റെ ഒരു ഡിസൈൻ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 3 to 4 years ആണ്. പക്ഷേ ഇത് പുതിയ സീരീസ് 18 ആണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ചേഞ്ച് മുഴുവനും വരാൻ പോകുന്ന ഫ്രണ്ടിലാണ്. കാരണം ഡൈനാമിക് ഐലൻഡ്. ആപ്പിൾ ആക്ച്വലി 2022 14 പ്രോ റിലീസ് ചെയ്തപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐലൻഡിനെ പറ്റി അറിയുന്നത്. കാരണം അതുവരെയുള്ള ലീക്സും റൂമേഴ്സും പറഞ്ഞുകൊണ്ടിരുന്നത് 2 കട്ടൗട്ടുകൾ ഫ്രണ്ടിൽ കാണും, അതൊരു പിൽ ഷേപ്പിലുള്ള കട്ടൗട്ടുകളായിരിക്കും എന്നുള്ളതാണ്. ഈ പിൽ ഷേപ്പ് കട്ടൗട്ടിനെ മറയ്ക്കാനാണ് ആപ്പിൾ ആക്ച്വലി ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആപ്പിളിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ വിജയിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഈ ഡൈനാമിക് ഐലൻഡ് വന്നതിന് ശേഷം നമുക്കറിയാം പല ബ്രാൻഡുകളും അതേ സിമിലർ കാര്യങ്ങൾ ഫീച്ചേഴ്സൊക്കെ കോപ്പി ചെയ്തു, പല രീതിയിൽ പല ആപ്ലിക്കേഷൻസിലും അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അതുകൊണ്ട് ഡൈനാമിക് ഐലൻഡ് ഈ വർഷവും എവിടെയും പോകത്തില്ല. പകരം ഡിസ്പ്ലേയുടെ സെൻറ്ററിലുള്ള ആ 2 കട്ടൗട്ടുകൾ ഒന്നായിട്ട് ചുരുങ്ങി ഡിസ്പ്ലേയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറുവാണ്. അതായത് ഫ്രണ്ട് ഫേസിങ് ക്യാമറ ലെഫ്റ്റ് സൈഡിലേക്ക് മാറുവാണ്. അതോടൊപ്പം ഫേസ് ഐഡിയുടെ സെൻസേഴ്സ് മുഴുവനും ഡിസ്പ്ലേക്ക് അടിയിലായിട്ട് ബിഹൈൻഡ് ദ ഡിസ്പ്ലേയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരൊറ്റ സിംഗിൾ പഞ്ച് ഹോൾ മാത്രമേ കാണത്തുള്ളൂ. പിന്നീട് ഡിസൈൻ ചേഞ്ചസിലേക്ക് വരുമ്പം ഞാൻ ഓൾറെഡി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കറൻ്റ്ലി ഉള്ള 17 പ്രോയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈവൻ ഓൺ ദ ഡയമെൻഷൻസിൽ പോലും യാതൊരു ഡിഫറൻസും വരത്തില്ല. ഒരൊറ്റ സിംഗിൾ പീസ് ഓഫ് അലുമിനിയം ഷാസി തന്നെയായിരിക്കും ഇവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ബിഗ് ചേഞ്ചസ് ആർ കമ്മിങ് ഇൻസൈഡ്. എന്നാൽ ഇതിനെ പവർ ചെയ്യാൻ പോകുന്നത് TSMCയുടെ 2 നാനോമീറ്റർ ആർക്കിടെക്ചർ വരുന്ന A20 Pro എന്ന് പറയുന്ന പ്രോസസ്സറായിരിക്കും. കറൻ്റ്ലി 17 പ്രോയിലും പ്രോ മാക്സിലും A19 Pro എന്ന് പറയുന്ന TSMCയുടെ തന്നെ 3 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വന്നിരിക്കുന്ന ഒരു SoC ആണ്, അതായത് പ്രോസസ്സറാണ്. ഈ പ്രോസസ്സറും SoCയും, ഇതിൽ ഈ പ്രോസസ്സർ SoC എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഞാനത് ക്ലിയർ ചെയ്ത് തരാം. SoC എന്ന് പറയുന്നത് ഈ പ്രോസസ്സറും അതായത് CPU, GPU, ന്യൂറൽ എഞ്ചിൻ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരൊറ്റ പാക്കേജിൽ വരുന്നതാണ്, ഒരൊറ്റ സിംഗിൾ വേഫറിൽ വരുന്നതാണ് ഈ ഒരു SoC എന്ന് പറയുന്നത്. ഈ പറഞ്ഞ CPU, GPU, ന്യൂറൽ എഞ്ചിൻ ഇതെല്ലാം കൂടെ കോമ്പാക്റ്റ് ആയിട്ട് അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. അതാണ് സിസ്റ്റം ഓൺ എ ചിപ്പ് എന്ന് പറയുന്നത്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഇൻക്ലൂഡിങ് ഐഫോൺ 17 പ്രോയിൽ നമുക്ക് SoCയിൽ ഈ 3 കാര്യങ്ങളായിരിക്കും സിസ്റ്റം ഓൺ എ ചിപ്പിൽ വരുന്നത്. എന്നാൽ അതിൻ്റെ റാം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ പുതിയ 18 പ്രോയിൽ വരാൻ പോകുന്ന A20 Pro എന്ന് പറയുന്ന 2 നാനോമീറ്റർ ആർക്കിടെക്ചറുള്ള ആ ഒരു SoCയിൽ CPU, GPU, ന്യൂറൽ എഞ്ചിൻ ഒപ്പം റാമും ഒരുമിച്ചായിരിക്കും വരുന്നത്. വളരെ ക്ലോസ്ഡ് ആയിട്ട് പാക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസ് നോർമലി ഉള്ളതിനേക്കാളും ആ ബഫറും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്പീഡിൽ വർക്ക് ചെയ്യും. കാരണം റാം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് അല്ല ഇരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് പോകുമ്പം അതിൻ്റെ ലേറ്റൻസി ഉണ്ടാവും, ഡേറ്റ ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ അത് ബാധിക്കും. പക്ഷേ അടുത്ത് ഒരൊറ്റ ക്ലോസ്ഡ് പാക്കേജ് ആയിട്ട് വരുമ്പം ഡേറ്റ ട്രാൻസ്ഫറിങ്ങും അതിൻ്റെ ലേറ്റൻസിയൊക്കെ കുറയ്ക്കുന്നതിലൂടെ
പെർഫോമൻസിലും അതോടൊപ്പം തന്നെ എഫിഷ്യൻസിയിലും ഒക്കെ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ പുതിയ വരുന്ന ചിപ്പിന് ലഭിക്കും. അതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഒപ്പം ഇതിൽ വരാൻ പോകുന്ന രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മോഡത്തിൻ്റെ കാര്യത്തിലാണ്. ആപ്പിളിൻ്റെ പുതിയ C2 എന്ന് പറയുന്ന പുതിയ നെറ്റ്വർക്ക് മോഡമായിരിക്കും ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ക്വാൽക്കത്തയായിരുന്നു ഇതുവരെ നെറ്റ്വർക്ക് മോഡത്തിന് വേണ്ടിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഡിപ്പെൻഡൻസി മാറ്റാൻ സാധിക്കും. അങ്ങനെ കുറച്ച് കോസ്റ്റ് കട്ടിങ് ആപ്പിളിന് കൊണ്ടുവരാൻ സാധിക്കും. സോ അത് നമുക്ക് യൂസേഴ്സിന് അറ്റ് ദ എൻഡ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ആപ്പിളിന് കോസ്റ്റ് കട്ടിങ് അവിടെ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ലഭിക്കാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാറ്ററി എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും. കാരണം ക്വാൽക്കത്തിൻ്റെ മോഡം യൂസ് ചെയ്യുമ്പം ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ പുതിയ C1 എന്ന് പറയുന്ന iPhone 16e വന്നിരിക്കുന്ന ആ ഒരു മോഡം എന്ന് പറയുന്നത് ബെറ്റർ ബാറ്ററി എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എഫിഷ്യൻസി നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓൺ പേപ്പർ ബാറ്ററിയുടെ കപ്പാസിറ്റി, അതായത് mAh കൂട്ടിയില്ലെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി ബാറ്ററിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ബാറ്ററിയുടെ കാര്യത്തിൽ ലഭിക്കും. ഈ 2 കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ. 4, ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ്സ്. ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ക്യാമറയുടെ പാറ്റേൺസ് ആയാലും അതിൻ്റെ അലോക്കേഷൻസ് ആയാലും എല്ലാം വരാൻ പോകുന്നത്. പക്ഷേ ഇതിലെ മെയിൻ വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് ആപ്പിൾ വേരിയബിൾ ആപ്പറേച്ചർ കൊടുക്കുന്നു. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏത് ഐഫോൺ നിങ്ങൾ എടുത്ത് നോക്കിയോ, ഇവിടെ 17 Proയുടെ ക്യാമറയിലുള്ള പോലെ തന്നെ നടുക്ക് ആ ലെൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലിയ വട്ടത്തിലുള്ള ലെൻസ് അതിനകത്ത് കാണാൻ സാധിക്കും. ആ ലെൻസിൻ്റെ നടുക്കായിട്ടൊരു ഹോൾ കാണും. അത് നമുക്ക് കാണാം, അതിൻ്റെ സെൻസേഴ്സ് അതിനകത്തൂടെ കാണാം. ഈ ആപ്പറേച്ചർ വരുമ്പം ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിൽ, മിറർലെസ് ക്യാമറയിൽ അതിൻ്റെ ലെൻസിന് ആപ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 2.4 എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആപ്പറേച്ചറാണ്. അതിലും കുറഞ്ഞ ആപ്പറേച്ചറുള്ള ലെൻസുകളുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ആപ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് വെട്ടം കയറുന്നതിൻ്റെയും കുറയുന്നതിൻ്റെയും അളവുകൾ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിൾ പോലെയാണ്. കണ്ണിലേക്ക് കൂടുതൽ വെട്ടം അടിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഇങ്ങനെ ചുരുങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ഇരുട്ടത്തേക്ക് നമ്മൾ പോകുമ്പം ഈ ഒരു പ്യൂപ്പിൾ എന്ന് പറയുന്നത് വികസിക്കും. അപ്പം നമുക്ക് കൂടുതൽ വെട്ടം കയറുന്നതുകൊണ്ട് തന്നെ ഇരുട്ടാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ പതുക്കെ കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു ആപ്പറേച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഫോണിലും അതേ ആപ്പറേച്ചർ ആപ്പിൾ കൊണ്ടുവരുവാണ്. മെയിൻ വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് മാത്രമേ ഉള്ളൂ, എല്ലാ ലെൻസിനും അല്ല. സോ അതുകൊണ്ട് തന്നെ നാച്ചുറലി ഉള്ള ബോക്കയും ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റുമായിട്ടുള്ള ആ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡും കാര്യങ്ങളൊക്കെ നമുക്ക് നാച്ചുറലി ലഭിക്കാൻ പോവുകയാണ്. ഇതുവരെ കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ സഹായത്തോടെയാണ് നമ്മൾ പോർട്രേറ്റ് മോഡ് എന്ന് പറയുന്ന ആ ഒരു മോഡ് ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ആ ഒരു കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിക്ക് വെളിയിൽ നിന്നുകൊണ്ട് ഒരു DSLR-ലോ മിറർലെസ് ക്യാമറയിലോ ഫോട്ടോയോ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ആ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് ലഭിക്കുന്നത്, അതേ രീതിയിൽ നാച്ചുറലായിട്ടുള്ള ഡെപ്ത് ഓഫ് ഫീൽഡും ബോക്കയും നമുക്ക് ലഭിക്കും. എന്നാൽ ഇത് കറൻ്റ്ലി Pro Max മോഡലിൽ മാത്രമാണോ അതോ 2 Pro മോഡൽസിലും വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല. 5 കഴിഞ്ഞ 2 വർഷത്തെ ഐഫോൺ മോഡൽസിലും നമുക്ക് ഇതുപോലൊരു ക്യാമറ കൺട്രോൾ ബട്ടൺ ആപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കറൻ്റ്ലി നമുക്ക് ടച്ച് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രഷർ സെൻസിറ്റീവ് ആണ്. പതുക്കെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പം ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ ആപ്പിൾ ഒരു മോഡിഫിക്കേഷൻ ഈ വർഷം കൊണ്ടുവരുന്നുണ്ട്. അതായത് കപ്പാസിറ്റീവ് ടച്ച് ഓപ്ഷൻ റിമൂവ് ചെയ്തുകൊണ്ട് അതിന് പകരം പ്രഷർ ബേസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ആയിരിക്കും ആപ്പിൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത്. ഇതിലെ 6ാമത്തതും ഏറ്റവും അവസാനത്തെയും വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് 5G കണക്ടിവിറ്റിയുടെ കാര്യത്തിലാണ്. 5Gയുടെ കാര്യത്തിൽ ഇത്ര വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ iPhone 12 സീരീസ് മുതൽ എല്ലാ ഐഫോണിലും നമുക്കറിയാം 5G കണക്ടിവിറ്റി ഉണ്ട്. എന്നാൽ ഈ വർഷം iPhone 18 Proയിൽ നോർമൽ സെൽ ടവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന 5G അല്ല, ഞാൻ പറയുന്നത് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനൽസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്ന 5G കപ്പാസിറ്റിനെ പറ്റിയാണ്. സോ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള 5G കപ്പാസിറ്റി ആപ്പിൾ iPhone 18 Proയിൽ ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോവാണ്. ആപ്പിൾ ഓൾറെഡി സാറ്റലൈറ്റ് കണക്ടിവിറ്റി നമുക്കറിയാം 5G നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഇല്ല കറൻ്റ്ലി. പക്ഷേ മറ്റു പല രാജ്യങ്ങളിലും പല യൂസേഴ്സും പെട്ടുപോയി അവർ ഒറ്റപ്പെട്ടോ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവരെ റെസ്ക്യൂ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറായിരുന്നു ആപ്പിളിൻ്റെ സാറ്റലൈറ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പടിയും കൂടെ മുകളിലേക്ക് കയറി ഇപ്പം 5G കണക്ടിവിറ്റി ത്രൂ സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽസിലൂടെ നമുക്ക് 5G കണക്ടിവിറ്റി ലഭിക്കാൻ പോകുന്ന ഒരു ഫീച്ചറും ആപ്പിൾ iPhone 18 സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങളാണ് നിലവിൽ iPhone 18 സീരീസിനെ പറ്റി നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസ് നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.